ഇന്ന് പറയുവാൻ ഉദ്ദേശിക്കുന്നത് നവജീവനം സൗജന്യ ഡയാലിസിസ് കേന്ദ്രത്തിൻ്റെ 15 വർഷത്തെ ചരിത്രം കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞു. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ള കഥയാണ് പറയുന്നത്. എറണാകുളത്ത് ജസ്റ്റിസ് ശംസുദ്ദീൻ്റെയും പ്രൊഫസർ മാരാരുടെയും സാന്നിധ്യത്തിൽ 11 മാസം മീറ്റിംഗ് നടന്നു. യാതൊരു തീരുമാനവും ഉണ്ടായില്ല. ഒരു കാര്യം അതിൽ നിന്ന് പഠിച്ചത്, ഏതൊരു കാര്യം നമുക്ക് നടക്കാതിരിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ, നമ്മളതിൻ്റെ സാമ്പത്തികത്തിനെക്കുറിച്ച് ചർച്ച ചെയ്താൽ മതി, സാമ്പത്തികത്തിനെ കുറിച്ച് വിചാരിച്ചാൽ മതി എന്നുള്ളതാണ് ഒരു പഠനം എനിക്കതിൽ നിന്ന് കിട്ടിയത്. എന്തുമാവട്ടെ, 11 മാസം കഴിഞ്ഞ് 12ാമത്തെ മാസത്തിലെ മീറ്റിംഗിൽ ഞാൻ അവിടെ എത്തി. മീറ്റിംഗിൽ പങ്കെടുത്തു. അപ്പോൾ അവരെല്ലാവരുടെയും ചർച്ച സാമ്പത്തികം, ഇത്രയും വലിയ ഭാരമേറിയ ഈ പദ്ധതി പണമൊന്നുമില്ലാതെ എങ്ങനെ നടത്താൻ പറ്റും, ഇതായിരുന്നു 11 മാസത്തെ ചർച്ച. ഞാൻ ഇടപെട്ടു. ഈശ്വരനിൽ മാത്രം വിശ്വാസമർപ്പിക്കുന്ന, ഈശ്വരന്റെ ചെയ്തികളെക്കുറിച്ച് നല്ലവണ്ണം അറിയാവുന്ന എൻ്റെ ജീവിത അനുഭവം വച്ചുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, ഇനി നമുക്ക് ചർച്ചയില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു, അപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് ഉപേക്ഷിക്കുകയാണ്. ഞാൻ പറഞ്ഞു, അല്ല, പ്രൊജക്റ്റ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന തീയതി തീരുമാനിക്കാനാണ് ഞാൻ വന്നത്. ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് അന്നത്തെ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ, എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു, അദ്ദേഹത്തിനെ വിളിച്ചു. ആ സമയം ഇലക്ഷനൊക്കെ അനൗൺസ് ചെയ്ത സമയമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇലക്ഷൻ്റെ ഒരു പ്രോട്ടോക്കോളിൻ്റെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. എന്താണെങ്കിലും ഒരു NGO, ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷനാണ്, ജീവകാരുണ്യ പ്രവർത്തനമാണ്, ഒരു തടസ്സവുമില്ല, ഒരു പ്രയാസവുമില്ല, ഞാൻ എത്തിക്കോളാമെന്ന് പറഞ്ഞു അദ്ദേഹം ഡേറ്റ് തന്നു. ആ ഡേറ്റ് പ്രകാരം TDM ഹാളിന്റെ വേണു എന്ന അവിടുത്തെ സെക്രട്ടറി, എൻ്റെ പ്രിയ സുഹൃത്താണ് രാമചന്ദ്രൻ, അദ്ദേഹത്തിനെ വിളിച്ചു. ഇങ്ങനൊരു പദ്ധതി നടപ്പിലാക്കാൻ പോവുകയാണ്, ആ ഹാള് 2-3 മണിക്കൂറിലേക്ക് സൗജന്യമായിട്ട് തരണമെന്ന് പറഞ്ഞു. അദ്ദേഹം അപ്പോൾ തന്നെ അതിന് സമ്മതം അറിയിച്ചു. പിന്നീട് വിളിച്ചത് ഞങ്ങളുടെ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് കേരളയുടെ ചെയർമാനായ ജസ്റ്റിസ് രാധാകൃഷ്ണ മേനോൻ അവർകളെയാണ് ഞാൻ വിളിച്ചത്. അദ്ദേഹത്തിനെ വിളിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് മനുഷ്യന്റെ ജീവൻ വെച്ചുള്ള ഒരു പന്ത് കളിയാണ് ആനന്ദകുമാറെ, ഇതൊക്കെ റിസ്ക്കാണ്, ഇതൊന്നും നമുക്ക് പറ്റിയ കാര്യങ്ങളല്ല, ഇത് ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത് ഉപേക്ഷിക്കുന്നില്ല, എന്താണെങ്കിലും കഴിഞ്ഞ 1 വർഷമായിട്ട് ചർച്ച ചെയ്ത ഈ പരിപാടി, ഈ പദ്ധതി നടപ്പിലാക്കുന്നു. സാറ് നടക്കാൻ പോകുന്ന മീറ്റിംഗിൽ അധ്യക്ഷം വഹിക്കണം. തേറമ്പിൽ രാമകൃഷ്ണൻ സ്പീക്കറാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. TDM ഹാളിൽ വെച്ചാണ് പരിപാടി എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇത് തുടങ്ങുകയാണെങ്കിൽ ഞാൻ രാജിവെക്കുമെന്ന് പറഞ്ഞു. അത് പ്രകാരം തന്നെ അദ്ദേഹം രാജിവെച്ചു. സത്യസായി ഓർഫനേജ് കേരളയുടെ ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. ഒരേ ഒരു കാരണം, സൗജന്യ ഡയാലിസിസ് കേന്ദ്രം തുടങ്ങുന്നത് അപകടമാണ്. ആരോഗ്യമേഖലയിലൊന്നും നമ്മൾ പ്രവർത്തിച്ച് അങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാക്കരുത് എന്ന് അദ്ദേഹത്തിന്റെ സതുദ്ദേശമായിരിക്കാം. എന്താണെങ്കിലും അദ്ദേഹം രാജിവെച്ചു. പിന്നീട് ഞാൻ വിളിച്ചത് സത്യസായി ഓർഫനേജ് ട്രസ്റ്റിന്റെ മുഖ്യ രക്ഷാധികാരിയായ ജസ്റ്റിസ് VR കൃഷ്ണയ്യരെയാണ്. ജസ്റ്റിസ് VR കൃഷ്ണയ്യർ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എത്ര മണിക്കാണ് പരിപാടി? ഞാൻ പറഞ്ഞു, 10 മണിക്കാണ്. 9:30 മണിക്ക് ഞാൻ അവിടെ എത്തിയിരിക്കും. സധൈര്യം മുന്നോട്ട് പോകൂ ആനന്ദകുമാറേ എന്നുള്ള അദ്ദേഹത്തിന്റെ ശക്തമായ വാക്കുകൾ കൂടുതൽ പ്രോത്സാഹനമുണ്ടായി, കൂടുതൽ ധൈര്യമുണ്ടായി, കൂടുതൽ വെളിച്ചമുണ്ടാക്കി. എന്താണെങ്കിലും TDM ഹാളിൽ വെച്ച് മഹത്തായ ഒരു സമ്മേളനം നടത്തി. 1000-ലധികം ആളുകൾ പങ്കെടുത്തു. കൂടുതൽ ആളുകളും ഇതെന്താണ് നടക്കാൻ പോകുന്നത് എന്നറിയാനായിരിക്കാം. എന്താണെങ്കിലും 1000-ലധികം ആളുകൾ പങ്കെടുത്തു. ജസ്റ്റിസ് VR കൃഷ്ണയ്യർ അധ്യക്ഷം വഹിച്ചു. തേറമ്പിൽ രാമകൃഷ്ണൻ സ്പീക്കർ, അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. അവിടെ ഇതിന്റെ എൻ്റെ ഒരു ഗൈഡ് കൂടിയായിരുന്ന അഫ്ര ഏകദേശം 1 മണിക്കൂർ സംസാരിച്ചപ്പോൾ ഞാൻ കണ്ട കാഴ്ച, ഈ 1000 ആളുകളും അവരുടെ കർച്ചീഫ് എടുത്ത് കണ്ണുകൾ തുടയ്ക്കുന്ന കണ്ടു. അത്രയും ജീവിതത്തിൽ അദ്ദേഹം അനുഭവിച്ച ദുരിതങ്ങളും ദുഃഖങ്ങളും വളരെ സ്പർശതയോടുകൂടെ അദ്ദേഹം അവതരിച്ചപ്പോൾ ആ സദസ്സ് മുഴുവനും
കണ്ണീരിലാണ്ടു എന്നുള്ളതാണ് പരമമായ സത്യം. ഇവിടെ മറ്റൊരു കാര്യം, ജസ്റ്റിസ് വി.ആർ. കൃഷ്ണയ്യർ അവിടെ എത്തിയത് വളരെ വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. അതായത് അന്ന് രാവിലെ അദ്ദേഹം ചോര ഛർദ്ദിച്ച് കൃഷ്ണ നഴ്സിംഗ് ഹോമിൽ അഡ്മിറ്റായ കൃഷ്ണയ്യർ ഡോക്ടറുടെ സമ്മതത്തോടു കൂടി 1 മണിക്കൂർ ആശുപത്രിയിൽ നിന്ന് ലീവ് എടുത്താണ് ഈ പരിപാടിക്ക് വന്നത്. അപ്പൊ ഇതെല്ലാം ഒരു മനുഷ്യരുടെ മനസ്സ് നമുക്ക് മനസ്സിലാകുവാനുള്ള വലിയ വലിയ സന്ദർഭമായിട്ട് മാറുകയാണ്. എന്താണെങ്കിലും ഇങ്ങനെ ആരംഭിച്ച സൗജന്യ ഡയാലിസിസ് കേന്ദ്രം, സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് കേരളയുടെ സൗജന്യ ഡയാലിസിസ് കേന്ദ്രത്തിൽ ആദ്യത്തെ ചെക്ക് നൽകിയത് ജസ്റ്റിസ് വി.ആർ. കൃഷ്ണയ്യരാണ്. 1000 രൂപയുടെ ചെക്ക് നൽകി ആ മഹാമനുഷ്യൻ ഇതിന് അതുകൂടി ഉദ്ഘാടനം ചെയ്തു എന്നാണ് ഞങ്ങൾ സ്മരിക്കുന്നത്. എന്താണെങ്കിലും നേരത്തെ പറഞ്ഞ സംഭവബഹുലമായ കാര്യങ്ങളിലൂടെ സഞ്ചരിച്ച് 15 വർഷം എത്തിയപ്പോൾ ആദ്യം കേരളത്തിൽ 13 ജില്ലകളിലും ഈ നവജീവനം സൗജന്യ ഡയാലിസിസ് കേന്ദ്രമുണ്ടായിരുന്നു. അതിനുശേഷം ട്രസ്റ്റ് തീരുമാനിച്ചു ജില്ലാ ആശുപത്രികളിൽ തുടങ്ങുമ്പോൾ നമ്മൾക്ക് അതിന്റെ ഡ്യൂപ്ലിക്കേഷൻ ആവശ്യമില്ല. ആയതുകൊണ്ട് ഞങ്ങൾ ആദ്യത്തെ 13 ജില്ലകളിൽ നിന്ന് ചില ജില്ലകളെ ഒഴിവാക്കിക്കൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഗവൺമെന്റിന്റെ 7 ജില്ലാ ആശുപത്രി ഉൾപ്പെടെ 11ഓളം ഡയാലിസിസ് സെന്ററുകൾ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നടന്നുവരികയാണ് എന്നാണ് ഇതിന്റെ അവസാനത്തെ ഒരു ചരിത്രം, അവസാനത്തെ ഒരു റിപ്പോർട്ട്.